City Gold and Diamonds. LDFിന്റെ നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അഭിമാനത്തോട് കൂടിയിട്ടാണ് 2026 ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സമീപിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പോകുക, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യുമെന്ന് 2016-ലും 2021-ലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കേണ്ടത് 2011 മുതൽ 16 വരെ കേരളം ഭരിച്ച UDFിന്റെ ഭരണകാലത്ത് ഈ കേരളം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നും അതിനുശേഷമുള്ള ഈ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്നും പരിശോധിച്ചുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വോട്ടവകാശം വിനിയോഗിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന LDFിന്റെ നേതാക്കന്മാരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തെ വീണ്ടും ജയിപ്പിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, വയനാട് ചുരൽമല ദുരന്തം എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രശ്നങ്ങളെയെല്ലാം എത്ര വളരെ സ്മൂത്തായി തരണം ചെയ്ത് ജനങ്ങളെ വികസന പാതയിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യം. ആ സമയത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നാടിനെയും നാട്ടുകാരുടെയും സഹായങ്ങൾ കൊണ്ട് ദുരിതാശ്വാസ ഫണ്ട് രൂപീകരിച്ച് ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ പിടിച്ചു കെട്ടാനാണ് ഇവിടുത്തെ UDFും BJPയും ശ്രമിച്ചത്. എടുത്തു പറയാനില്ല എന്നതാണ്. മറ്റ് പല മണ്ഡലങ്ങളിലുള്ള വികസനം നമ്മൾ തൊട്ടടുത്ത ഉദുമയെടുത്ത് പരിശോധിച്ചാലും കാഞ്ഞങ്ങാട് എടുത്ത് പരിശോധിച്ചാലും ഉണ്ടായിട്ടുള്ള യാതൊരു വികസനങ്ങളും ഈ പ്രദേശത്തില്ല. അതെന്തിന്റെ കുറവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജയിപ്പിച്ചുവിടുന്ന MLAയുടെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഈ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ഷാനവാസ് ബാദു, അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മികവുറ്റതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. കഴിഞ്ഞ UDF ന്യായങ്ങൾ പറയുന്ന മന്ത്രിമാരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ നിലയിലല്ല ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഈ വരുന്ന ജൂണിലേക്കുള്ള പുസ്തകം ഈ മാർച്ചിൽ തന്നെ വിതരണം ചെയ്തു തുടങ്ങി. ആവശ്യക്കാർക്ക്, അധ്യാപകർക്ക് പോയി വാങ്ങാവുന്ന രീതിയിലാണ് പുസ്തകങ്ങൾ അടിച്ചിറക്കിയിട്ടുള്ളത്. അതുപോലെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും ആയിരക്കണക്കിന് പേർക്കാണ് ഇപ്പോൾ തന്നെ, ലക്ഷക്കണക്കിന് പേർക്കാണ് ഇപ്പോൾ തന്നെ പട്ടയം കൊടുത്തിട്ടുള്ളത്. ചിലർക്ക് ഭൂമിയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പട്ടയം ഇല്ലാതിരിക്കാം, അവർ കുറേക്കാലം ആ ഭൂമിയിൽ താമസിക്കുന്നവരാകാം.
അവർക്കെല്ലാം തന്നെ നിയമപരമായിട്ടുള്ള പട്ടയവും മറ്റ് സർക്കാരിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വിതരണം ചെയ്ത ഒരു ഗവൺമെന്റാണ് ഈ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ആരോഗ്യ മേഖല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, അവർ പ്രയോഗിച്ച ഏറ്റവും വലിയൊരു ഇത് ഗൈഡ് മിഷനിലൂടെ വീട് കൊടുക്കുന്നത് ഇതേപോലെ കൈക്കൂലി പോലെ തന്നെയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല, പൊതുജനത്തിന്റെ കാര്യം. അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ആര് തടയുന്നു, അവരെ ഒറ്റപ്പെടുത്തുമെന്നതാണ്. അങ്ങനെയാണ് ഒറ്റപ്പെടുത്തിയത്. വയനാട്ടിൽ ഒരു MLA, കോൺഗ്രസിന്റെ MLA ടി സിദ്ദിഖ് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ 1 രൂപ പോലും കൊടുക്കരുത് എന്നാണ് ജനങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി 100-ലധികം വീടുകളുടെ താക്കോൽ ദാനം വയനാട്ടിൽ ചൂരൽമലയിൽ നിർവഹിച്ചത്, ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചത്. ഇത് നിങ്ങൾ ഓർക്കുന്നത് നന്നായി. ഇതാണ് UDF. ഈ 36 വർഷത്തിലധികം ഇവിടെ മാറി മാറി വന്നിട്ടുള്ള UDFന്റെ MLA-മാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ MLA-മാർ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു വികസനവുമില്ല. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടു എന്നല്ലാതെ മറ്റെന്താണ് അവർ ചെയ്തത്? മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് ഉമ്മൻചാണ്ടി പോയി. ഒരു മുഖ്യമന്ത്രി വന്ന് തറക്കല്ലിടണമെങ്കിലും അദ്ദേഹത്തിന് പോയി പ്രദേശത്ത് വരണമെങ്കിൽ ഒട്ടനവധി പണം വേണം. ആ രീതിയിലുള്ള കുറെ പണം കളഞ്ഞു എന്നല്ലാതെ ഈ മെഡിക്കൽ കോളേജിന് ഒരു ഫണ്ടും അനുവദിച്ചില്ല. അന്നത്തെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തിലെ നേതാവായ മാഹിൻ ഗേളോട്ട് ബദിയടക്കയിൽ ദിവസങ്ങളോളം പന്തല് കെട്ടി സമരം ചെയ്തു. ആര് ഭരിക്കുമ്പോഴാണ് അവർ ഭരിക്കുമ്പോൾ തന്നെ ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നതിന്റെ അവസ്ഥ എന്താണ്? ഇന്നത് അവസാനഘട്ട മിനുക്കുപണിയിലേക്കാണ്. ഏതാനും മാസങ്ങൾ കൊണ്ട് അതിന്റെ പണി പൂർത്തിയാവും. UDF തറക്കല്ലിടുക എന്ന സംവിധാനമല്ലാതെ ഒന്നും തന്നെ യാഥാർത്ഥ്യമാക്കുന്ന സമ്പ്രദായം അവർക്കില്ല. അവർ തറക്കല്ലിട്ട് പോയതെല്ലാം തന്നെ വീണ്ടും അത് നിർമ്മിച്ചു കൊടുത്തത് ഈ ഗവൺമെന്റ് കാലഘട്ടത്താണ്. അതാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം. ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി പോകാൻ 18 മാസം ബാക്കി നിൽക്കെ 100 രൂപ കൂട്ടി അത് 600 രൂപയാക്കി. 500 നിന്നും 600 രൂപയാക്കി. 18 മാസക്കാലം ആ പൈസ കൊടുത്തില്ല. ഇതാണ് UDF. അവരെ സംബന്ധിച്ച് ഒരു കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്യുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം, UDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും സാമൂഹ്യ അടുക്കള പോലും ഉണ്ടായിരുന്നില്ല. പൂങ്കാവനം പോലെ കൊണ്ടു നടന്ന സഖാവ് പിണറായി വിജയന്റെ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 3-ാം ഊഴത്തിലേക്ക് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ചെറുപ്പക്കാരനും രാഷ്ട്രീയ പാരമ്പര്യമുള്ള കഴിഞ്ഞ 5 വർഷക്കാലം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ഈ ജില്ലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയ ഷാനവാസ് പാദൂരിനെ ഇടതുപക്ഷ പിന്തുണയോടുകൂടി ഇവിടെ നമ്മൾ മത്സരിപ്പിക്കുന്നത്. നമുക്കൊരു മാറ്റം വേണം. അതിനായി എല്ലാ ജനങ്ങളും ഈ ഒരവസരത്തിൽ കൈകോർക്കണം. അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കണ്ട. ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കഴിഞ്ഞ 50 വർഷക്കാലം ഇവിടെ കിട്ടാത്ത വികസനങ്ങൾ നമുക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവരണം. അതിന് നാടിനെ അറിയുന്ന സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെ നമുക്ക് ഇവിടുന്ന് തെരഞ്ഞെടുത്തേക്കണം. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ഇപ്രാവശ്യത്തെ വോട്ട്. വളരെ ചിന്തിച്ചുകൊണ്ട്, വളരെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്രാവശ്യവും എങ്ങാനും ഒരു പിഴവ് സംഭവിച്ചാൽ വീണ്ടും 5 വർഷം നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. കാരണം 3-ാം ഊഴവും ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിലേറുമെന്ന് ഈ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പോലും സർവേയിലൂടെ പ്രവചിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വികസനത്തിന്റെ പൂക്കാലം ഉണ്ടായിട്ട് പോലും നമ്മുടെ ഈ മണ്ഡലത്തിനകത്ത് അത് വേണ്ടത്ര പ്രതിഫലിച്ചില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ടത്ര നടന്നിട്ടുണ്ട്. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ അത് വളരെയധികം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ്. ഇപ്പോൾ ഞാൻ ഉദുമ നിയോജക മണ്ഡലത്തിലെ താമസക്കാരനാണ്.
അവിടെ 1500 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ വികസന പ്രവർത്തനം നടന്നിട്ടുള്ളത്. നിങ്ങൾ പരിശോധിക്കണം, കാസർഗോഡ് മണ്ഡലത്തിനകത്ത് എത്ര കോടി രൂപയുടെ വികസനം നടന്നിട്ടുണ്ട്. അപ്പൊ പറയൂ, അത് ഉദുമ നിയോജക മണ്ഡലം ഭരിക്കുന്ന ഗവൺമെന്റ് കൂടെയുള്ള മണ്ഡലമല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ 10 വർഷം മുമ്പോട്ട് നോക്കാം, 10 വർഷം പിന്നിലോട്ട് നോക്കാം. ആ സമയത്ത് നടന്നിട്ടുണ്ടോ? ആ സമയത്തും ഈ ഉദുമയിൽ നടന്ന കാര്യങ്ങൾ കാസർഗോഡ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50 വർഷം ഇതുപോലെ പോയ, നിരന്തരം ഇതേ രീതിയിൽ പോയൊരു മണ്ഡലമാണ് ഈ കാസർഗോഡ് മണ്ഡലം. 5 വർഷം കൂടുമ്പോൾ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച്, പല രീതിയിൽ പേടിപ്പിച്ച് വോട്ടുകൾ നേടുന്ന ഒരു സംവിധാനം ഈ മണ്ഡലത്തിനകത്തുണ്ട്. പക്ഷേ ഇത്തവണ അത് ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ആരും വിചാരിക്കണം. കാരണം എല്ലാവരുടെയും പിന്തുണ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ നാടിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന, എന്നെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തി നന്ദി ചെയ്യുന്നു. ഈ 50 വർഷം നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധി വരെയെങ്കിലും അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ട പ്രവർത്തനമായി നിങ്ങൾ മുമ്പോട്ട് പോകണം. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ആരെയും ഞാൻ വേറെ വേറെ കാണുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. അത് ഇവിടുത്തെ നേതാക്കളായാലും ഇവിടെയുള്ള ആൾക്കാരായാലും മറ്റ് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരായാലും നിങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളാണ്. അതിന് ഒരു മറുപടി നിങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടോർച്ച് അടയാളത്തെ നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ മണ്ഡലത്തെ നമ്മളോടൊപ്പം നിർത്തിക്കൊണ്ട് വിജയിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് പരമാവധി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവുന്ന ഒരു വാഗ്ദാനം മാത്രമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഈ ഒരാഴ്ച ഇലക്ഷൻ പ്രചരണമായി പോയപ്പോൾ നമുക്ക് കിട്ടുന്ന പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്. ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അവർക്ക് ഈ 50 വർഷം കൊണ്ട് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് നഷ്ടബോധം വല്ലാതെയുണ്ട്. ഈ മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് ഒരു അന്ത്യം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ
സംസ്കാരം കാക്കണം അകവെടിയണം കനലൊതുങ്ങണം പിന്നെ സ്നേഹം നിറയണം നിന്റെ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് ഈ യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം എന്തിനാണ് ഈ യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊതുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊതുങ്ങണം ഇനി സ്നേഹം നിറയണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് ഈ യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് ഈ യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊതുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊതുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് ഈ യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് ഈ യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊതുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊതുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസം പെൻഷൻ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.